ഹലോ, വെൽക്കം ബാക്ക് ടു ടാരോ വിത്ത് അനല. ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഓഗസ്റ്റ് മന്ത് റീഡിംഗ് ആണ്. ഈ ഒരു മാസം നിങ്ങൾക്ക് ലൈഫിലേക്ക് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ ലവ് ലൈഫ്, കരിയർ, ഫിനാൻസ്, ഹെൽത്ത് ഏരിയകളിലൊക്കെ എന്താണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഒരു ക്ലാസ്സിൻ്റെ കാര്യം, മാനിഫെസ്റ്റേഷൻ്റെ ക്ലാസ്സിൻ്റെ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഓഗസ്റ്റ് 4-ാം തീയതി മൺഡേ ആണ് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. മൺഡേ മുതൽ ഫ്രൈഡേ വരെ, അതായത് ആഴ്ചയിൽ 5 ദിവസമായിരിക്കും ക്ലാസ് ഉണ്ടാവുക. അങ്ങനെ 20 ഡേയ്സ്, അതായത് ഒരു മാസമാണ് ഈ ക്ലാസ്സിൻ്റെ ലെവൽ 1 ഉണ്ടാവുക. ഞാൻ ഫസ്റ്റ് പ്ലാൻ ചെയ്തിരുന്നത് ഒറ്റ മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാമെന്നാണ്. പക്ഷേ മെറ്റീരിയൽസൊക്കെ സെറ്റ് ചെയ്ത് വന്നപ്പോഴേക്കും അത് ഒരു മാസം കൊണ്ട് തീരാതെ വന്നു. അതുകൊണ്ട് നമ്മൾ 2 ലെവലായിട്ടാണ് ഇതിപ്പോൾ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ലെവൽ 1 ഒരു നോളജ് ലെവലാണ്, അതായത് തിയറി മാത്രം. മാനിഫെസ്റ്റേഷനെ കുറിച്ച് നിങ്ങൾ തിയറിറ്റിക്കലി എന്തെല്ലാം കാര്യങ്ങൾ അറിയണോ അതെല്ലാം. എൻ്റെ ഒരു ഉറപ്പ് എന്ന് പറയുന്നത് ഞാൻ പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയൊരു വീഡിയോ മാനിഫെസ്റ്റേഷനെ കുറിച്ച് നിങ്ങൾക്ക് ഇനിയൊരു വീഡിയോയോ ഒരു ഡോക്യുമെൻറ്റോ ഒരു കോഴ്സോ നിങ്ങൾക്ക് എടുക്കേണ്ടി വരില്ല. അതുപോലെ നോളജ് ലെവൽ നമ്മൾ ക്ലിയർ ആക്കുന്നുണ്ട്. അതായത് മാനിഫെസ്റ്റേഷൻ കറക്റ്റായ രീതിയിൽ ചെയ്യാൻ എന്തൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണോ അതിൻ്റെ എല്ലാ അടിസ്ഥാനപരമായ കാര്യങ്ങളും നമ്മൾ ലെവൽ 1 ചെക്ക് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ലെവൽ 2 എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ ലെവലാണ്, അതായത് പ്രാക്ടിക്കൽ സൈഡ്. അറിവുണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, അത് നമുക്ക് ലൈഫിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ലെവൽ 2 നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ 2 ലെവലായിട്ടാണ് നടത്തുന്നത്. ലെവൽ 1 മാത്രമായിരിക്കും ഫസ്റ്റ് മന്തിലുണ്ടായിരിക്കുക. ലെവൽ 2 അടുത്ത മാസമായിരിക്കും നമ്മൾ ചെയ്യുന്നത്, അതായത് സെപ്റ്റംബറിലായിരിക്കും ലെവൽ 2 ചെയ്യുന്നത്. ഓക്കെ, ഡീറ്റെയിൽസൊക്കെ ഞാൻ അതിൻ്റെ പിൻഡ് കമൻറ്റിൽ ചേർത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു 40 മിനിറ്റ്സിൻ്റെ സൂം സെഷനായിരിക്കും നമ്മൾ ഈ ക്ലാസ്സിന് വേണ്ടി ചെയ്യുന്നത്. റെക്കോർഡിങ്സ് അവൈലബിൾ ആയിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി ഈ സമയത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഇന്ന് നമ്മൾ സാധാരണ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫോർമാറ്റിലാണ് റീഡിങ് ചെയ്തത്. ആദ്യം നമുക്ക് ഓവറോൾ തീം ഓഫ് ദ മന്ത് എന്താണ് എന്ന് നോക്കാം. ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങളുടെ ഓവറോൾ തീമാണിത്. ഇതായിരിക്കും നിങ്ങളുടെ മെയിൻ എനർജി, ബ്യൂട്ടിഫുൾ എനർജി. എംപറർ കാർഡാണ്, അതായത് സ്ട്രക്ചർ, അതോറിറ്റി എന്നൊക്കെ പറയുന്ന, ലീഡർഷിപ്പ് എന്നൊക്കെ പറയുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മൊത്തത്തിലൊരു സ്ട്രക്ചർ വരാൻ പോവുകയാണ്. കുഴഞ്ഞു മറിഞ്ഞു കിടന്ന കാര്യങ്ങളെ നിങ്ങളെല്ലാം ഒന്ന് അടുക്കിപ്പെറുക്കി വെക്കുന്നു. നിങ്ങളുടെ ലൈഫിൻ്റെ കൺട്രോൾ കയ്യിലെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു മാസമായിരിക്കും ഓഗസ്റ്റ് എന്നുള്ളതാണ് നമ്മളുടെ വെരി ഫസ്റ്റ് കാർഡായിട്ടുള്ള എംപറർ കാർഡ് പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ തന്നെ കുറച്ച് അധികാര സ്ഥാനങ്ങളൊക്കെ കിട്ടുകയാണ്, ചില ചുമതലകൾ കിട്ടുകയാണ്. അത് വളരെ നീറ്റായിട്ടുള്ള രീതിയിൽ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കാനുള്ള ഒരു ആർജവം നിങ്ങൾക്ക് ഈ മാസം ഉണ്ടാവുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി ചലഞ്ചായിട്ട് നമുക്ക് എന്തൊക്കെയാണ് വരുന്നത്, നമുക്കൊരു 2 കാർഡ് എടുക്കാം. എന്തൊക്കെ ചലഞ്ചസ് ആണ് ഈ മാസം വരുന്നത് നോക്കാം. ഹെയർഫെൻഡ് ആൻഡ് കിങ് ഓഫ് വാൻഡ്സ് ആണ്. ഓക്കെ, എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ചില അധികാര സ്ഥാനങ്ങൾ, റെസ്പോൺസിബിലിറ്റീസൊക്കെ എക്സ്ട്രാ ആയിട്ട് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. അത് ഇഷ്ടപ്പെടാത്ത ചില ആളുകൾ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തോ ഒക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. നിങ്ങൾക്ക് നന്നായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. അതേസമയം തന്നെ നിങ്ങളുടെ മേൽ അധികാരികൾ അല്ലെങ്കിൽ നിങ്ങളെക്കാൾ മുതിർന്ന സീനിയേഴ്സിൻ്റെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം. അവർക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് പുതിയതായിട്ടൊരു സ്ഥാനം കിട്ടുന്നത് ഒരു പക്ഷേ ഇഷ്ടമായി എന്ന് വരില്ല എന്നുള്ള ഒരു ചാൻസാണ് നമ്മളിവിടെ കാണുന്നത്. ഇതാണ് ചലഞ്ചായിട്ട് നമുക്ക് വരുന്നത്. ഇനി ഏർലി ഓഗസ്റ്റ്, അതായത് ഓഗസ്റ്റ് മാസത്തെ നമ്മൾ ഒരു 3 സെക്ഷനായിട്ട് തിരിക്കുകയാണെങ്കിൽ, ഏർലി ഓഗസ്റ്റിൻ്റെ ആദ്യ ഭാഗത്ത് എന്താണ് ലൈഫിൽ വരാൻ പോകുന്നത് എന്ന് നോക്കാം. ഹെർമിറ്റ് കാർഡാണ്. കുറച്ച് ഡീപ്പ് തിങ്കിങ് വേണ്ടി വരും. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ മനസ്സിലാക്കാനുള്ള ഒരവസരം, ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ച് കാര്യങ്ങൾ ഫിഗർ ഔട്ട് ചെയ്യേണ്ട ഒരവസ്ഥ നിങ്ങൾക്ക് ഓഗസ്റ്റ് മാസത്തിൻ്റെ തുടക്കത്തിൽ വന്നേക്കാം. ഈ ഒരു അധികാരം കിട്ടുന്നതിൻ്റെ അതിൻ്റെ ഒരു എന്താ പറയുക, അതിനുശേഷമായിരിക്കും നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ, ചില എതിർപ്പുകൾ നേരിടേണ്ടി വരാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾ കുറച്ച് ഡീപ്പായിട്ടുള്ള ഒരു ചിന്തയിൽ, ഒരു സത്യാന്വേഷണം നടത്തുന്ന ഒരു എനർജിയാണ്. അവനവനോട് തന്നെ ചോദിക്കുകയാണ് എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത്. അതാണ് ഏർലി ഓഗസ്റ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത്.
ഇനിയൊരു ഓഗസ്റ്റ് മാസത്തിൻ്റെ പകുതിയോടെ എന്താണ് വരാൻ പോകുന്നത് നോക്കാം. ക്വയറ്റ് പ്ലേഫുൾ എനർജി ആയിട്ടുമാണ് വന്നിട്ടുള്ളത്. പേജ് ഓഫ് കപ്സ്. ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ആറി തണുത്ത് നിങ്ങളൊരു കുട്ടിയെപ്പോലെ എന്താ പറയുക, നിങ്ങൾ ഹാപ്പി ആയിട്ട് മാറുന്നു. അതേസമയം തന്നെ റിസ്ക്കുകൾ എടുക്കാനായിട്ട് നിങ്ങൾ തയ്യാറാകുന്നു. ചില എതിർപ്പുകൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞല്ലോ, അതിനുശേഷം നിങ്ങൾ കുറച്ച് ഡീപ്പായിട്ടുള്ള ആലോചനയിലാണ്. അതിനുശേഷം അതിൽ നിന്നും പുറത്ത് വന്നിട്ട് ഓക്കെ, ഞാൻ റിസ്ക് എടുക്കാം, ഈ എതിർപ്പുകളൊക്കെ വകവയ്ക്കാതെ മുന്നോട്ട് തന്നെ പോകാം എന്നുള്ള ഒരു തീരുമാനമാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ, ബന്ധങ്ങളിലൊക്കെ നിങ്ങൾ റിസ്ക് എടുത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനം എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഓഗസ്റ്റ് മാസത്തിൻ്റെ പകുതിയോടുകൂടി. ഇനി ഓഗസ്റ്റ് മാസം അവസാനിക്കുമ്പോഴേക്കും എന്താണ് ലൈഫിലേക്ക് ജനറലായിട്ട് വരുന്നത് എന്ന് നോക്കാം. 8 ഓഫ് സോർട്സ്. ചില ആലോചനകളോടുകൂടി നിങ്ങൾ പ്ലാനുകളോടെ മുന്നോട്ട് പോകുമെങ്കിലും അവസാനം വരുമ്പോഴേക്കും നിങ്ങൾക്ക് ചെറിയൊരു തടസ്സം വന്നേക്കാം. എവിടെയൊക്കെയോ ചില ബ്ലോക്കുകൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ സീനിയേഴ്സ്, ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയുള്ള കുറച്ച് ആളുകളിവിടെ ഉണ്ട്. അവർ കർശനമായിട്ട് വിലക്കുന്നത് കൊണ്ടോ മറ്റോ നിങ്ങൾക്ക് ചെറിയ തടസ്സം വരാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ കാർഡ് എടുക്കാം. ഇതെങ്ങനെയാണ് ഈ പ്രശ്നങ്ങളെ നിങ്ങൾ ടാക്കിൾ ചെയ്യേണ്ടത്, അതിനുള്ള വഴിയാണ് ഇവിടെ കാണുന്നത്. കിങ് ഓഫ് കപ്സ്. ഈ എതിർപ്പുകളെ നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഈ എതിർപ്പുകളെ നിങ്ങൾ വകവെക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. ഇമോഷണൽ മെച്യൂരിറ്റിയാണ് ഈ സമയത്ത് വേണ്ടത്. വൈകാരികമായ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക, അതുമാത്രമേ ആവശ്യമുള്ളൂ. നിങ്ങൾ ചിന്തിക്കുന്നതും പ്ലാൻ ചെയ്യുന്നതും എല്ലാം കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ റിസ്ക് എടുക്കുന്നത് ഓക്കെയാണ്. പക്ഷേ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള എതിർപ്പുകൾ വരുമ്പോൾ മനസ്സുകൊണ്ട് തകർന്നു പോകാതിരിക്കുക എന്നുള്ള ഒരു ഗൈഡൻസ് മാത്രമേ ഇവിടെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ പേടിക്കാനൊന്നുമില്ല. ഇനി മൊത്തത്തിലൊരു ഫൈനൽ ലെസൺ എന്താണെന്ന് നോക്കാം. ക്വീൻ ഓഫ് സ്വാർഡ്സ്. ക്ലാരിറ്റിയോടുകൂടി, ഒരു കമാൻഡിങ് പവറോടുകൂടി പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുക, അത്രേ ഉള്ളൂ. നിങ്ങൾക്കിവിടെ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. ധൈര്യമായിട്ട് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാനാണ് കാർഡ്സ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ജനറലായിട്ട് ലവ് ലൈഫിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാം. ഓഗസ്റ്റ് മാസത്തിൽ ലവ് ലൈഫിൽ നിങ്ങൾക്ക് എന്താണ് വരുന്നത്? ക്വീൻ ഓഫ് വാൻഡ്സ്. ക്വീൻ എനർജിയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. ഒരു നല്ല എനർജിയാണ്, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ലവ് ലൈഫിൽ കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പവറൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആക്ഷൻ, ഒരു ലവ് ലൈഫിൽ ഒരുപാട് എഫേർട്ട് കൊടുക്കാനായിട്ട് ഒരു പക്ഷേ ഈ മാസം സാധിക്കണം എന്നില്ല. ഇവിടെ നമുക്കൊരു 8 ഓഫ് സോർഡ്സ് വന്നിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ നിങ്ങളുടെ പാർട്ട്ണർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഒരു പക്ഷേ ഈ മാസം ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ലവ് ലൈഫിൽ നിങ്ങളുടെ റിലേഷനൊക്കെ ആയിട്ട് പോകുമെങ്കിലും ഒത്തിരി എഫേർട്ട് നിങ്ങൾക്ക് ഇടാനായിട്ട് സാധിക്കണം എന്നില്ല. കാരണം ഈ ക്വീൻ ഓഫ് വാൻഡ്സ് എന്ന് പറയുന്ന കാർഡ് അധികം ആക്ഷൻ എടുക്കാത്ത ഒരു കാർഡാണ്. അവർക്ക് ഫീലിങ്സ് എല്ലാം ഉണ്ട്, എല്ലാം ഓക്കെയാണ്. പക്ഷേ അവർ ആക്ഷൻ ഒരുപാട് എടുക്കില്ല. ചില തടസ്സങ്ങൾ വരുന്നത് കൊണ്ട് നിങ്ങൾ ലവ് ലൈഫ് അങ്ങനെ ഒരു ഒഴുക്കിൽ പോകുമെന്നേ ഉള്ളൂ. പ്രത്യേകിച്ചൊന്നും പുതിയതായിട്ട് നമ്മൾ ലവ് ലൈഫിൽ പ്രതീക്ഷിക്കുന്നില്ല. കരിയറിൽ എന്താണ് വരാൻ പോകുന്നത് നോക്കാം. 6 ഓഫ് കപ്സ് ആണ്. നല്ല എനർജിയാണ്. പഴയ കാലത്തുള്ള ഫ്രണ്ട്സ് ഒക്കെ നിങ്ങളെ വന്നിട്ട് ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങളുടെ കൊളീഗ്സിനൊപ്പം നിങ്ങൾക്ക് നൊസ്റ്റാൾജിയ തോന്നുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ നിങ്ങളൊരു യാത്ര പോകാനോ അങ്ങനെയൊക്കെയുള്ള സാധ്യതയാണ് കാണുന്നത്. ഇനി ഫൈനാൻസിൽ എന്താണ് വരുന്നത് നോക്കാം. മൂൺ എനർജിയാണ്. അപ്പോൾ അവിടെ കുറച്ചൊരു ശ്രദ്ധയുടെ ആവശ്യമുണ്ട്. ഫൈനാൻസസ് ശ്രദ്ധിക്കുക, റിസ്കുകൾ എടുക്കാതിരിക്കുക. ഇവിടെ നമ്മൾ എടുക്കുമെന്ന് പറഞ്ഞ റിസ്ക് ഇമോഷണൽ ആയിട്ടുള്ള റിസ്ക് ആണ്, നമ്മൾ പറഞ്ഞിരുന്നു. ഫൈനാൻഷ്യലായിട്ട് കുറച്ച് സൂക്ഷിക്കേണ്ട സമയമാണ്. ഓക്കെ, ഹെൽത്ത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. 6 ഓഫ് പെൻറ്റക്കിൾസ്. കുഴപ്പമില്ല. നിങ്ങൾ ആരോഗ്യം ശ്രദ്ധിച്ചിട്ട് ആണ് കൊണ്ടുപോകുന്നതെങ്കിൽ വലിയ കുഴപ്പങ്ങളൊന്നും വരാൻ സാധ്യതയില്ലാത്ത ഒരു മാസമാണെന്ന് കാണാം. ഓക്കെ, യൂണിവേഴ്സിന് ഈ സമയത്ത് എന്ത് ഒരു ഗൈഡൻസ് ആണ് നമുക്ക് തരാനുള്ളത് എന്നുള്ളൊരു കാർഡ് കൂടി നമുക്ക് എടുക്കാം. എംപ്രസ് കാർഡാണ്. അതായത് അബണ്ടൻസിൻ്റെ കാർഡാണ്, പ്രൊഡക്ടിവിറ്റിയുടെ കാർഡാണ്, ഒരു സമൃദ്ധി എന്നൊക്കെ പറയുന്ന ഒരു എനർജിയാണിത്. അമ്മ എന്നൊരു അർത്ഥമുണ്ട്. ക്രിയേറ്റിവിറ്റിയുടെ കാർഡാണ്. നിങ്ങളുടെ സ്വാധിഷ്ഠാന ചക്ര ഈ സമയത്ത് സ്ട്രോങ്ങർ ആക്കുക. ഓക്കെ,
അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസസ് ചെയ്യുക. നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ മതി, സ്വാധിഷ്ഠാന ചക്ര അല്ലെങ്കിൽ സേക്രൽ ചക്ര ഹൗ ടു സ്ട്രെങ്തൻ എന്ന് നോക്കിയാൽ മതി. അതിൽ മെഡിറ്റേഷൻസും അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസസും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതൊന്ന് ഈ ഒരു മാസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റീഡിങ് ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഈ പ്രാവശ്യം കമൻറ്റ് ചെയ്യേണ്ട വാക്ക് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ അതോറിറ്റി, എംപറർ, ചക്രവർത്തി എന്ന വാക്കാണ് നമ്മൾ ഈ മാസം നമ്മൾ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യേണ്ടത്. കാരണം എംപറർ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലീഡറെയാണ് കാണിക്കുന്നത്. ഈ മാസം നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കൺട്രോളിൽ തന്നെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. മറ്റ് പല രീതികളിലുള്ള എതിർപ്പുകൾ വന്നേക്കാം, പക്ഷേ അതിൽ നിന്നൊക്കെ റിസ്ക് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ആർജവം ഈ മാസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എംപറർ, ചക്രവർത്തി, രാജാവുമല്ല, അതിലും മേലെയാണ് എംപറർ എന്ന് പറയുന്ന ഒരു എനർജി എന്ന് പറയുന്നത്. ഈ വാക്ക് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.